കൊട്ടിയൂരിൽ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടലിനായി റോഡരികിൽ കുഴിച്ച കുഴികൾ അടച്ചത് അശാസ്ത്രീയമായെന്ന ആരോപണം. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാത്രമാണ് മണ്ണ് നികത്തിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുൻപായി മണ്ണുറപ്പിച്ച ഈ ഭാഗത്തെ അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര ഹൈവേയിൽ കൊട്ടിയൂർ പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡരികിൽ കുഴികളെടുത്ത് പൈപ്പിട്ടിരുന്നു. എന്നാൽ കുഴികൾ അടച്ചത് അശാസ്ത്രീയമായിട്ടാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാത്രമാണ് മണ്ണ് നികത്തിയത്. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസേന കടന്നുപോകുന്നത്. റോഡിന് ടാറിംഗ് 5.5 മീറ്ററാണുള്ളത്. ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ മണ്ണ് നികത്തിയ ഭാഗത്തേക്ക് പോകാൻ സാധ്യത ഏറെയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുൻപായി മണ്ണുറപ്പിച്ച അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ വാർഡിലേക്ക് വലിയ വാഹനങ്ങൾ വന്ന് വീഴുകയും ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സംശയവുമില്ല. അപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഇരുവശവും 2 മീറ്റർ വീതിയിൽ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് റോളർ കയറി ഒതുക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് അങ്ങോട്ട് മാറാനും സൈഡ് കൊടുക്കാനും അത്യാവശ്യം പാർക്കിനുള്ള സൗകര്യം കിട്ടും. അമ്പായത്തോട് മുതൽ മണത്തന വരെ വേറെ റോഡുകളില്ല. മണത്തന ചെന്ന് കഴിഞ്ഞാൽ മലയോര ഹൈവേ തിരിച്ചു പോകുന്നുണ്ട്, പേരാവൂർക്ക് റോഡ് പോകുന്നുണ്ട്, തൊണ്ടിയിലേക്ക് റോഡ് പോകുന്നുണ്ട്. അവിടെ വരെയെങ്കിലും ഒരു 10 കിലോമീറ്റർ റോഡ് ഈ 2 വശവും പുനഃക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഉത്സവകാലത്ത് വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടുന്ന പതിവുണ്ട്. മഴക്കാലം കൂടിയെത്തിയാൽ വാഹനങ്ങൾ റോഡരികിലെ മണ്ണിൽ താഴ്ന്നുപോയി വലിയ ഗതാഗത കുരുക്കിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.